അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ എന്ന പോഡ്കാസ്റ്റിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷം നിങ്ങൾ എവിടെയായാലും, വീട്ടിലോ യാത്രയിലോ ജോലിക്കിടയിലോ, ഒരു നിമിഷം മനസ്സ് ശാന്തമാക്കി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനമാണ് സങ്കീർത്തനങ്ങൾ 116 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയെ കഴിക്കും. ഈ വചനം നമ്മുടെ ഹൃദയത്തെ ഒന്ന് നിർത്തി ചിന്തിപ്പിക്കുന്നുണ്ടല്ലേ? ഈ വർഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങളാണുള്ളത്. ജീവൻ, ആരോഗ്യം, സംരക്ഷണം, ബന്ധങ്ങൾ, പരീക്ഷകളിൽ നിന്നുള്ള വിടുതൽ. ഇവിടെ ഒരു ചെറിയ നിമിഷം ശ്രദ്ധിച്ചു കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ചോദ്യം: ഈ വർഷം കർത്താവ് നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയെ കഴിക്കും. അതായത്, ദൈവം നമുക്ക് തന്ന രക്ഷയെ നന്ദിയോടെ സ്വീകരിക്കുക, അവനോടുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുത്തുക. ഇപ്പോൾ നമുക്കൊരു ആത്മപരിശോധന നടത്താം. ഈ വർഷം ഞാൻ കർത്താവിനോടുള്ള ബന്ധത്തിൽ വളർന്നു? എനിക്ക് മാറ്റേണ്ടി വന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ വാഗ്ദാനം ചെയ്തെങ്കിലും പാലിക്കാതിരുന്ന കാര്യങ്ങളുണ്ടോ? പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ തീരുമാനങ്ങൾ വെറും വാക്കുകളാകരുത്, അവ പ്രാർത്ഥനയോട് കൂടിയ സമർപ്പണങ്ങളാകണം. ഈ വർഷാവസാനം നമുക്ക് ചില ആത്മീയ തീരുമാനങ്ങൾ എടുക്കാം. ദിവസേന ദൈവവചനവുമായി സമയം ചെലവഴിക്കാം. പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്താം. സ്വാർത്ഥത വിട്ട് സേവന ജീവിതത്തിൽ കടക്കാം. ലോകത്തിന്റെ ആത്മാവിനെ ജയിക്കാൻ പരിശ്രമിക്കാം. ഇതൊക്കെ നമ്മുടെ ശക്തിയാലല്ല, കർത്താവിന്റെ കൃപയാൽ മാത്രമേ സാധ്യമാകൂ. ഒരു സമാപന പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഈ വർഷം മുഴുവൻ ഞങ്ങളെ കൈപിടിച്ച് നയിച്ചതിന് നന്ദി. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പുതുക്കി നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കൃപ തരണമേ. സ്വയം ത്യാഗത്തിൽ ലോകത്തിന്റെയും ജഡത്തിന്റെയും ആഗ്രഹങ്ങളെ ജയിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഒരു യാഗമാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ പോഡ്കാസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുമായി പങ്കുവയ്ക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒരുമിക്കാം.